2026 CSK ജേഴ്സിയിൽ ധോണി കളിക്കുമെന്ന് നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണെന്ന് പറയേണ്ടി വരും. ധോണിയുടെ വരവ് ഒരു സ്കാം മാത്രമാണ്. എന്താണ് ബ്രോ ഇങ്ങനെ പറയുന്നത്? മണ്ടത്തരം വിളിച്ച് പറയാതെ ഇതൊന്നും ഒഫീഷ്യലി കൺഫർമേഷൻ വന്നിട്ടില്ലല്ലോ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ വെയിറ്റ്, ചില ഗസ്റ്റുകൾ, ചില ഹിൻഡുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. മഹേന്ദ്ര സിംഗ് ധോണി ആരാണ്? 2008 മുതൽ CSKയുടെ തലവനായി നിന്ന് 2 വർഷം CSKയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം CSK കളിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇത്രയും വർഷമായിട്ട് CSK മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തി അവിടെ നിന്ന് ഋതുരാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻസി ബാറ്റൺ കൊടുത്തപ്പോൾ തന്നെ ധോണി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. ധോണി ടീമിലുണ്ടായിരിക്കും, കാരണം CSKയുടെ ബഹുഭൂരിപക്ഷം ആരാധകരും CSK സ്നേഹിക്കുന്നത് അത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന എക്സ് ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. CSK എന്ന ജേഴ്സി, CSK എന്ന ടീം, CSK എന്ന ലെഗസി അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിനെല്ലാത്തിനും പിന്നിൽ ഒരു മനുഷ്യനാണ്, അത് ധോണിയാണ്. 5 കപ്പുകൾ CSKയ്ക്ക് വേണ്ടി സമ്മാനിച്ച ആ വ്യക്തിയെ പെട്ടെന്ന് അങ്ങോട്ട് മാനേജ്മെന്റിന് കളയാൻ കഴിയില്ല. ഒരുപക്ഷെ മാനേജ്മെന്റിനേക്കാൾ മുകളിലാണ് ധോണി എന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. ധോണിയെ ഇല്ല എന്ന് വരുത്തി തീർക്കുകയും വേണം, എന്നാൽ ഉണ്ടെന്ന് കാണിക്കുകയും വേണം. അതാണ് CSK നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആദ്യത്തെ ചോദ്യങ്ങൾ എടുക്കാം. ധോണിക്ക് പ്രായം 44ആണ്. 44-ാം വയസ്സിലും ഒരു മനുഷ്യൻ ഇത്രയും അജൈലിറ്റിയോടെ കളിക്കണം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഫീൽഡിൽ ഉണ്ടാവണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതാണ്. കളിക്കാം, സാഹചര്യങ്ങളുണ്ടാകാം. ധോണിയുടെ ഫിറ്റ്നസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ധോണിയാണ് ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ ധോണിയിൽ നമ്മൾ ഒരുപാട് പിഴിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, അതെ, ധോണിയെ നമ്മൾ മാക്സിമം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ CSK അടുത്തിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചില ഡിസിഷൻസ്, CSKയുടെ മാനേജ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് സഞ്ജു സാംസണെ ടീമിലേക്ക് കൊണ്ടുവന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സഞ്ജു സാംസൺ എന്ന പ്ലെയറിൻ്റെ ഗംഭീരമായ കളി മികവ് കൊണ്ട് മാത്രമാണ് ടീമിലേക്ക് വന്നതെന്നാണോ? അല്ല. ധോണിക്ക് ശേഷം ഒരു സക്സസർ വേണം, ധോണിക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പർ വേണം. അതും കൃത്യമായ ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ച ഒരു വിക്കറ്റ് കീപ്പർ തന്നെ ധോണിയെ റീപ്ലേസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് തന്നെയാണ് CSK സഞ്ജുവിനെ എടുത്തത്. അറ്റ് വാട്ട് കോസ്റ്റ്? രവീന്ദ്ര ജഡേജയും സാം കറണയും കളഞ്ഞിട്ട് സഞ്ജു സാംസൺ നിങ്ങൾ എടുത്തിട്ട് വന്നിട്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഞ്ജു സാംസൺ എന്ന പ്ലെയറിൻ്റെ കളി മികവ് കൊണ്ട് മാത്രമാണെന്ന്? അല്ല, അവർക്ക് കൃത്യമായ പ്ലാനുണ്ട്. ധോണിയെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ധോണി ഉണ്ടെന്ന് കാണിച്ച് സഞ്ജു സാംസണെ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇത്രയും മത്സരങ്ങൾ കണ്ടു, ധോണി ഇല്ലായിരുന്നു ഒരൊറ്റ മത്സരത്തിൽ പോലും. എന്തിനേറെ പറയണം, ധോണി ഗ്രൗണ്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. ഋതുരാജ് ഗെയ്ക്വാദിനോട് രവിശാസ്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഹേന്ദ്ര സിംഗ് ധോണി എവിടെയാണ്, അദ്ദേഹം എന്താ പറയുന്നത്? അപ്പോൾ ഗെയ്ക്വാദ് പറഞ്ഞത്, മഹേന്ദ്ര സിംഗ് ധോണി ഹോട്ടൽ റൂമിലുണ്ട്, ഞങ്ങളുടെ കളി TV-യിലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. സോ ധോണി ഗ്രൗണ്ടിലില്ല, ഗ്രൗണ്ടിൻ്റെ 7 അയലത്തില്ല, അദ്ദേഹം ഹോട്ടൽ റൂമിലാണ്. അദ്ദേഹം ഹോട്ടൽ റൂമിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കാമാണോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്.